നിങ്ങളുടെ ഇൻവെന്ററിയിലുള്ള ഒരു മൊബൈൽ നോൺ-ഗാഡ്മി യൂസർ ആയ ഒരു വ്യക്തിക്ക് എങ്ങനെ വിൽക്കാം എന്ന് നോക്കാം. അതിനായി ഡിവൈസസ് ക്ലിക്ക് ചെയ്യുക. വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഫോൺ സെലക്ട് ചെയ്യുക. ശേഷം താഴെ കൊടുത്തിരിക്കുന്ന സെൽ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗാഡ്മി വെരിഫൈഡ് ആയ ഒരു യൂസറിന് മൊബൈൽ വിൽക്കുമ്പോൾ അവരുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് OTP വഴി വെരിഫൈ ചെയ്തിട്ടാണ് ഫോൺ വിൽക്കുന്നത്. അതല്ല വെണ്ടർ വെരിഫൈഡ് ചെയ്ത് ഫോൺ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വെണ്ടർ വെരിഫൈഡ് ബട്ടൺ ഓൺ ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന റിസ്ക് അലേർട്ട് പരിപൂർണമായും വെണ്ടറുടെ റിസ്ക് ആയിരിക്കും. നിങ്ങൾ സേഫായി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗോ ബാക്ക് ടു സേഫ്റ്റി ക്ലിക്ക് ചെയ്യുക. അല്ലാത്തപക്ഷം പ്രൊസീഡ് എനിവേ ഐ അക്സെപ്റ്റ് ഓൾ റിസ്ക് ക്ലിക്ക് ചെയ്യുക. വെണ്ടർ വെരിഫൈഡ് ബട്ടൺ ഓൺ ആണെങ്കിൽ എടുക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും ഓപ്ഷണൽ ആണ്. അതായത് കടക്കാരന് വേണമെങ്കിൽ എടുക്കാം, അല്ലാത്തപക്ഷം ഒഴിവാക്കാം. ഫോൺ നമ്പർ, എമൗണ്ട്, അപ്ലോഡ് ID ഫ്രണ്ട്, അപ്ലോഡ് ഡിവൈസ് IMEI ഈ ഡീറ്റെയിൽസ് ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ കടക്കാരന് കുറഞ്ഞ തെളിവുകൾ ഈ ഡിവൈസ് വിറ്റതിൻ്റെ മേൽ കിട്ടുന്നതായിരിക്കും. അല്ലാത്തപക്ഷം ഒരു തെളിവുകളും ഉണ്ടാകുന്നതായിരിക്കില്ല. ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വെണ്ടർ വെരിഫൈഡ് ഓപ്ഷൻ വഴി നിങ്ങളുടെ കൈവശമുള്ള ഡിവൈസ് നോൺ-ഗാഡ്മി യൂസറിന് സെല്ല് ചെയ്തിരിക്കുകയാണ്. ഓർക്കുക, ഇവിടെ ഒരു എഗ്രിമെന്റ് ജനറേറ്റ് ആവുന്നതല്ല. കാരണം വാങ്ങിയ വ്യക്തി ഗാഡ്മി വെരിഫൈഡ് അല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നടത്തിയിരിക്കുന്ന വിൽപ്പനയുടെ ഡീറ്റെയിൽസ് കാണുന്നതിനായി ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുക. വിറ്റ മൊബൈലിൻ്റെ കാർഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് വളരെ ചുരുങ്ങിയതാണ്. കാരണം വാങ്ങിച്ചിരിക്കുന്ന വ്യക്തി ഗാഡ്മി യൂസറോ ഗാഡ്മി വെരിഫൈഡോ അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഗാഡ്മിയിൽ കൂടി രജിസ്റ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് ട്രാൻസാക്ഷൻ ചെയ്യാൻ നിർബന്ധമായി ശ്രമിക്കേണ്ടതാണ്.